അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞ ഇതാണ്, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ ആണ് നമ്മുടെ രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത്. എന്താണ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് വൺ. ഇപ്പം ഇവിടെ എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ ആ എൻ നേരെ ഇപ്പുറത്തേക്ക് വരും. ഇവിടെ എന്താണോ പവർ അതിനേക്കാൾ ഒരു നമ്പർ നമ്മുടെ കുറയും. ഇതാണ് നമ്മുടെ ഫോർമുല. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5 ആണെന്ന് വെച്ചോ, ഈക്വൽ ടു 5 ഇൻറ്റു ഇപ്പുറം കിടക്കണം 5 നേരെ ഇപ്പുറത്തേക്ക് വന്നു ഇൻറ്റു എക്സ് റൈസ് ടു, ഇവിടെ എൻ ആവുമ്പോൾ എൻ മൈനസ് വൺ അല്ലേ, അപ്പോൾ ഇവിടെ 5 ആവുമ്പോൾ എന്താണ് ഒരു നമ്പർ കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ 4 അല്ലേ, അപ്പോൾ 4 വരും. അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 6 ആണെന്ന് വെച്ചോ, അപ്പോൾ ഈ 6 നേരെ ഇപ്പുറത്തേക്ക് വരും. അപ്പോൾ എന്നാ വരും മക്കളെ, 6 വരും. എക്സ് റൈസ് ടു ഇവിടെ 6 ആണ്, ആ 6നേക്കാൾ 1 കുറഞ്ഞാൽ എത്രയാ, 5 വരും. അപ്പോൾ 6 ഇൻറ്റു എക്സ് റൈസ് ടു 5 വരും. അങ്ങനെയാണ് നിങ്ങൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 8 ആണെന്ന് വെച്ചോ, അപ്പോൾ 8 ഇൻറ്റു ഇതിപ്പുറത്തേക്ക് പോകുന്നു എക്സ് റൈസ് ടു ഒരു പവർ കുറയും 7 വരും. അപ്പം നമ്മൾ പഠിക്കുമ്പോൾ ഇത് സമയം പോക്കാന്നൊന്നും കരുതുകയേ ചെയ്യരുത്. കാരണം ഇങ്ങനെ പഠിച്ചു പോയാൽ മാത്രമേ ഈ ഡെറിവേറ്റീവ് നല്ല ബേസിക് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവിടെ ഇവിടെയൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും പോലും ആൻസർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 9 ആണെന്ന് വെച്ചോ, 9 ഇൻറ്റു എക്സ് റൈസ് ടു ഒരു പവർ കുറയും, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 വരും. എത്ര ഹയർ പവർ വന്നാലും അങ്ങനെ തന്നെ വന്നെ. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 15, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 7, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 4, ഡി ബൈ ഡി എക്സ് ഓഫ് എസ് സ്ക്വയർ, അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 81. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം, തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടേം ഓരോന്നും നമ്മൾ പഠിച്ചു പോകും. ദെൻ അടുത്ത നെക്സ്റ്റ് വൺ നോക്കുക. ഇവിടെ എക്സിൻ്റെ പവർ എന്താണ്, സാധാ നാച്ചുറൽ നമ്പേഴ്സാണ്. ഈ നാച്ചുറൽ നമ്പർ അല്ലാതെ നമുക്ക് വരാം, നെഗറ്റീവ് നമ്പർ വരാം, പോസിറ്റീവ് നമ്പർ വരാം, ഫ്രാക്ഷൻ വരാം, ഡെസിമൽ വരാം, ഏത് വന്നാലും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഇവിടെ വന്നെന്ന് നോക്കാം, എക്സ് റൈസ് ടു -6 ആണെന്ന് വെച്ചോ. അപ്പോൾ നെഗറ്റീവ് നമ്പർ വന്ന ആൻസർ എന്നാ വരും നോക്കി, ഈ -6 ഇപ്പുറത്തേക്ക് വരും, എക്സ് റൈസ് ടു ഒരു നമ്പർ കുറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -7 വരും. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -6 ആണെങ്കിൽ -6 ഇപ്പുറത്തേക്ക് വന്നിട്ട് ഒരു പവർ കുറയുമ്പോൾ എക്സ് റൈസ് ടു -7 കിട്ടും. അങ്ങനെയാണെങ്കിൽ മക്കളെ പറഞ്ഞേ, എക്സ് റൈസ് ടു -7 എന്തായിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു -7 ഇപ്പുറത്തേക്ക് വരും. എക്സ് റൈസ് ടു -7നേക്കാൾ 1 കുറഞ്ഞ ദാറ്റ് ഈസ് ഈക്വൽ ടു -8 വരും. അങ്ങനെയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -5 എന്തായിരിക്കും, -5 ഇൻറ്റു എക്സ് റൈസ് ടു -5നേക്കാൾ 1 കുറഞ്ഞ എത്രയാ, -6 വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -8 ആണെന്ന് വെച്ചോ, എന്ത് വരും, ഈ -8 ഇപ്പുറത്തേക്ക് പോകും, എക്സ് റൈസ് ടു വരും, ഈ -8നേക്കാൾ 1 കുറഞ്ഞാൽ എന്ത് വരും, -9 വരും. അപ്പോൾ ക്ലിയർ ആയല്ലോ? ഇതിൻ്റെ 2-3 എക്സാമ്പിൾ എപ്പോഴും നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. -3 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -4, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -8, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു -13. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെയ്യാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളത് ചെയ്യാൻ കിട്ടി കഴിയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് പഠിക്കും, അത് റീഡ് ചെയ്യും, പിന്നെ നമ്മൾ മറന്നു പോകത്തില്ല. പിന്നെ ഏത് പ്രോബ്ലം വന്നാലും ഡെറിവേറ്റീവ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ഇതുപോലെ തന്നെ നാച്ചുറൽ നമ്പർ വരും, നെഗറ്റീവ് നമ്പർ വരും, അതുപോലെ നമുക്ക് റാഷണൽ നമ്പർ വരാം, അതായത് ഡെസിമൽ നമ്പർ വരാം, റാഷണൽ നമ്പർ വരാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു 5/2 ആണെന്ന് വെച്ചോ, അവിടെ അതുപോലെ തന്നെ ഈ 5/2 ഇപ്പുറത്തേക്ക് വരും, 5/2 ഇൻറ്റു എക്സ് റൈസ് ടു 5/2 -1 ആണ് വരുന്നത്, 5/2 -1 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എക്സ് റൈസ് ടു ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ 5 - 2 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ 5/2 ഇൻറ്റു ഇവിടെ 2, 5/2 ഇൻറ്റു എക്സ് റൈസ് ടു 5 നിന്ന് 2 കുറച്ചാൽ 3 വരും, 3/2 വരും. ഇത് നമ്മൾ ഇത്രയും ഒരു സ്റ്റെപ്പിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. ഇത് നമുക്ക് ഇത്രയും ഒരു സ്റ്റെപ്പ് ഒറ്റയടിക്ക് ചെയ്യാം. ആദ്യമേ ഈ 5/2 ഇപ്പുറത്തേക്ക് വിടുക, 5/2 ഇപ്പുറത്തേക്ക് വിട്ടു. ദെൻ അടുത്ത എക്സ് അങ്ങനെ തന്നെ എഴുതി, എക്സ് റൈസ് ടു 5/2 നിന്ന് കുറയ്ക്കുന്നതിന് 5/2 -1 ചെയ്യുന്നതിന് പകരം 5 - 2 നമ്മൾ മനക്കണക്ക് കൂട്ടാം, 5-ൽ നിന്ന് 2 കുറയ്ക്കാം, 5-ൽ നിന്ന് 2 പോയാൽ 3 ആണ്, ആ 3 മുകളിൽ എഴുതി, ഈ ഡിവൈഡഡ് ബൈ 2 അങ്ങനെ തന്നെ എഴുതി, ഇതേ ആൻസറായി. അപ്പോൾ നോക്കുക, 5/2 എഴുതി, എക്സ് റൈസ് ടു 5-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 3 ആണ്, അപ്പോൾ അതെ എക്സ് റൈസ് ടു 3/2 വന്നു, നമ്മൾ ആൻസർ എഴുതി.
അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 8/3 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇവിടെ എന്താണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8/3 എഴുതി. എക്സ് റേസ് ടു 8ൽ നിന്ന് 3 കുറച്ചു 8 - 3 എത്രയാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ 5 ഡിവൈഡഡ് ബൈ ഈ 3 അങ്ങനെ തന്നെ താഴെ എഴുതുക. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, സ്റ്റെപ്പ് ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. എക്സ് റേസ് ടു 3/2 ആണെന്ന് വെച്ചോ. അപ്പോൾ എന്തായിരിക്കും ആൻസർ 3/2 അങ്ങനെ തന്നെ വന്നു. എക്സ് റേസ് ടു ഈ 3 - 2 എത്രയാ 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമ്മുടെ ആൻസർ 3/2 ഇൻറ്റു എക്സ് റേസ് ടു 1/2 വരും. അടുത്ത് നോക്കാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 9/2 ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ 9/2 ഇപ്പുറത്തേക്ക് പോരും. 9/2 വന്നു. എക്സ് റേസ് ടു 9 - 2 എത്രയാ 7. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ ഈ 2 എഴുതുക. ഡിനോമിനേറ്റർ എന്താണോ അതേ നമ്പർ നമ്മൾ അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/5 ആണെന്ന് വെച്ചോ. അപ്പോൾ 1/5 അങ്ങനെ തന്നെ വരും. എക്സ് റേസ് ടു 1 - 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 5 അങ്ങനെ തന്നെ വരും. അപ്പം നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ഏത് നമ്പർ ആയാലും ഈ മോളിൽ കിടക്കുന്ന ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്റർ വരുന്ന നമ്പർ കുറയ്ക്കണം. അപ്പോൾ 1ൽ നിന്ന് 5 കുറയ്ക്കണം. 1ൽ നിന്ന് 5 കുറച്ച് എത്രയും മക്കളെ -4. അപ്പം ഈ ഡിനോമിനേറ്റർ 5 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ അടുത്ത് നോക്കിയാൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 2/5 ആണെന്ന് വെച്ചോ. അപ്പോൾ ആൻസർ എന്തായിരിക്കും 2/5 എക്സ് റേസ് ടു 2 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -3 വരും. അപ്പോൾ -3 ഡിവൈഡഡ് ബൈ ഈ 5 അങ്ങനെ തന്നെ താഴെ എഴുതണം. അപ്പോൾ ഒരു ക്ലിയർ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 3/5 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 1/7 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 5/2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 9/2. ഇതെല്ലാം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമ്മൾ പോസിറ്റീവ് നമ്പറാണ്, ഇതേപോലെ നമുക്ക് നെഗറ്റീവ് നമ്പർ വരാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1/2 എന്ന് വെച്ചോ. അവിടെ എന്ത് വരും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1/2 നമ്മൾ ക്വസ്റ്റ്യൻ തരും. ഇതെന്താണ് -1/2 അങ്ങനെ തന്നെ വരും. എക്സ് റേസ് ടു -1ൽ നിന്ന് -2 കുറച്ച -3 വരും ഡിവൈഡഡ് ബൈ 2 വരും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇതാണ് -1 -2 വരുന്നത്. അപ്പോൾ അതാണ് -1ഉം -2ഉം കൂടെ വരുമ്പോൾ -3 വരും. പിന്നെ ഈ 2 അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1/3 ആണെന്ന് വെച്ചോ. അപ്പോൾ ആൻസർ എന്തായിരിക്കും -1/3 വരും. എക്സ് റേസ് ടു -1ൽ നിന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു -4/3 3 അങ്ങനെ തന്നെ നമ്മുടെ വാല്യൂ അങ്ങനെ തന്നെ വരും. അപ്പോൾ ഇവിടെ നോക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -8/3 ആണെന്ന് വെച്ചോ. അപ്പോൾ ഈ -8/3 ഇങ്ങനെ തന്നെ വരും. എക്സ് റേസ് ടു -8ൽ നിന്ന് -3 കുറച്ചാൽ -11/3 വരും. അപ്പോൾ നെഗറ്റീവ് നമ്പർ ഏത് നമ്പർ വന്നാലും ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഒന്ന് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -5/2 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -3/2 ഡി ബൈ ഡി എക്സ് ഓഫ് 4 ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു -1/4. ഇതെല്ലാം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെയാണെങ്കിലും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഇടാൻ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അത് ഇട്ടതിന് ശേഷം തന്നെ ചെയ്ത് നോക്കണം കുറച്ചുകൂടി നമ്പേഴ്സ്. ഇനി ഇവിടെ നോക്കുക, ഇതെല്ലാം നമ്മൾ പഠിച്ചത് എന്താ, ഈ വേരിയബിളെല്ലാം നമ്മൾ പഠിച്ച് ന്യൂമറേറ്ററിലാണ്. ഇതെല്ലാം നമുക്ക് തിരിച്ച് ഡിനോമിനേറ്റർ വരാം. അങ്ങനെ വരുമ്പോൾ ഒന്നാണ് ഡി ബൈ ഡി എക്സ് 1/x² ആണെന്ന് വെച്ചോ. നമുക്കറിയാം 1/x⁻a എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, x⁻a ആണ്. അപ്പോൾ 1/s² എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി ബൈ ഡി എക്സ് ഓഫ് x⁻2 ആണ്. അതായത് ന്യൂമറേറ്റർ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ സൈൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇതെന്താവും x⁻2 ആവും. പിന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ചത് തന്നെയല്ലേ നിങ്ങൾക്ക് -2 × x⁻2-നെക്കാൾ 1 കുറഞ്ഞു കഴിഞ്ഞാൽ -3 വരും. അപ്പം നമ്മുടെ ആൻസറായി -2 × x⁻3 ആയി. ഇനി ഇവിടെ നോക്കുക ഡി ബൈ ഡി എക്സ് ഓഫ് x⁻2 നമ്മളിവിടെ തന്നേക്കുന്ന നമ്പർ 1/x⁻3 ആണെന്ന് വെച്ചോ. അപ്പോൾ x⁻3 നേരെ മുകളിലോട്ട് പോകുമ്പോൾ എന്താവും, ഡി ബൈ ഡി എക്സ് ഓഫ് x⁻3 ആവും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ, -3 × x⁻2 ഇതിനേക്കാൾ ഒരു പവർ കുറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -4 വരും. ക്ലിയർ ആയല്ലോ. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് 1/x⁸8 ആണെന്ന് വെച്ചോ. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും, ഡി ബൈ ഡി എക്സ് ഓഫ് x⁻8 ആവും. അപ്പോൾ -8 × x⁻2 എന്ത് വരും, ഒരു പവർ കുറയുമ്പോൾ -9 വരും. അടുത്ത ഡി ബൈ ഡി എക്സ് ഓഫ് x⁻11 ആണെന്ന് വെച്ചോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ മോൾ അപ്പോൾ എപ്പോഴും നോക്കണം നമ്മൾ 1/x⁻11 ആണെന്ന് വെച്ചോ, നെഗറ്റീവ് നമ്പർ ആണെന്ന് വെച്ചോ. അപ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ എന്താവും, ഡി ബൈ ഡി എക്സ് ഓഫ് x⁻11 വരും.
അപ്പം 11 ഇൻറ്റു എക്സ് റേസ് ടു 10 വരും. ഇതുപോലത്തെ എല്ലാ പ്രോബ്ലത്തിലും ഡിനോമിനേറ്റർ വരുന്ന ഒരു നമ്പർ നേരെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച ഒരു ബേസ് തന്നെ ഇവിടെ കയറി വരും. അപ്പം ഡിനോമിനേറ്റർ ആണ് കിടക്കുന്നത് ഒരു വേരിയബിൾ ഫംഗ്ഷൻ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എക്സ് എന്ന് പറയുന്ന ഒറ്റ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം അതിനെ എപ്പോഴും എന്ത് ചെയ്യണം, നമ്മൾ മുകളിലോട്ട് കൊണ്ടുപോകണം. എക്സ് റേസ് ടു എന്നിൻ്റെ രൂപത്തിൽ വരുമ്പോൾ മാത്രം അങ്ങനെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ എന്തെടുക്കണം, ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് എന്താണ്, ഡിനോമിനേറ്ററിനകത്ത് നെഗറ്റീവ് വരുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് d/dx ഓഫ് 1/(x⁻7) എന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനകത്ത് x⁻7 നെഗറ്റീവാണ്. പക്ഷേ നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ നമ്മൾ ഇതിന് എന്ത് ചെയ്യണം, d/dx ഓഫ് ഇതിനെ മുകളിലോട്ട് കൊണ്ടുപോയാൽ 7 ആണ്. അപ്പം ഏതൊരു ഫംഗ്ഷനും ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പവർ എന്താവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും. x⁻7 ആയി. അപ്പോൾ ആൻസർ എന്നാ മക്കളെ, x⁻7 ഇൻറ്റു x⁻6 വരും. അടുത്ത d/dx ഓഫ് 1/(x⁻−8) ആണെന്ന് വെച്ചോ. അപ്പോൾ ഇത് നേരെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, x⁻8 വരും. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 8 ഇൻറ്റു x⁻1 പവർ കുറഞ്ഞ് 7 വരും. അത് ഫ്രാക്ഷൻ നമ്പർ ആയിക്കോട്ടെ, ഏത് നമ്പർ ആയാലും ഇതേ സെയിം മോഡൽ തന്നെയാണ്. ഒറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പം -3/2 ആയിക്കോട്ടെ, അവിടെ ഒറ്റ കാര്യമുള്ളൂ, ഡിനോമിനേറ്റർ ആണോ ഒരു നമ്പർ, അതിന് എന്ത് ചെയ്യണം, പവർ കൂടുതൽ വന്നാൽ അപ്പം അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകണം. അപ്പം എന്താവും, d/dx ഓഫ് x⁻3/2 വരും. ഇനി 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരാം, 3/2 ഇൻറ്റു x⁻2. ഈ 3ൽ നിന്ന് 2 കുറച്ച് എത്രയാ, 1 വരും. അപ്പോൾ 1/, ഈ 3 - 2 1 എഴുതണം, എന്നിട്ട് ഈ താഴെ കിടക്കണം 2 അങ്ങനെ തന്നെ വരും. അപ്പോൾ നമ്മുടെ ആൻസറായി. ക്ലിയർ ആയല്ലോ. ഇനി അത് നെഗറ്റീവ് നമ്പർ അല്ല, പോസിറ്റീവ് ഫ്രാക്ഷൻ വരാം. 1/(x⁻3/2 എന്ന് വെച്ചോ. അപ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായി മാറും, പോസിറ്റീവായി മാറും. അപ്പോൾ d/dx ഓഫ് x⁻−3/2 വരും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, -3/2 ഇൻറ്റു x⁻2. ഈ -3ൽ നിന്ന് -2 കുറച്ചാൽ -5/2 വരും. അപ്പോൾ ക്ലിയർ ആയില്ല എല്ലാവർക്കും. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. d/dx ഓഫ് 1/(x⁻7), രണ്ടാമത്തെ d/dx ഓഫ് 1/s², അടുത്ത d/3, d/dx ഓഫ് 1/(x⁻5/2), അടുത്ത d/dx ഓഫ് 1/(x⁻3/-3/2), അടുത്ത 5 d/dx ഓഫ് x⁻1/(x⁻1/5), 6 d/dx ഓഫ് 1/(x⁻−5/3. അപ്പോൾ ഈ ഇത്രയും പ്രോബ്ലംസ് നിങ്ങളിത് ചെയ്ത് നോക്കിയിട്ട് എല്ലാം എന്ത് ചെയ്യണം, ഒന്ന് തനിച്ച് ചെയ്ത് നോക്കണം. നമ്മുടെ നോട്ടിനകത്ത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ നിങ്ങൾ നോക്കാമുള്ളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.